നമസ്തേ. ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. സ്വർണത്തെ ഹൈന്ദവ പുരാണങ്ങളിൽ ശക്തിയുടെയും സമ്പത്തിന്റെയും ഉറവിടമായാണ് വിശേഷിപ്പിക്കുന്നത്. പവിത്രമായ ദേവസാന്നിധ്യങ്ങളുടെ ശക്തി അന്തരീക്ഷത്തിലൂടെ വികിരണം ചെയ്യാൻ ചാലക ശക്തിയായി ഈ ലോഹം പ്രവർത്തിക്കുന്നുവെന്നും പൗരാണിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി ആത്മശ്രദ്ധാനന്ദയുടെ ഗീത ഫോർ എവറിഡേ ലിവിംഗ് എന്ന പുസ്തകത്തിൽ സ്വർണത്തെ സാത്വിക ഭാവമുള്ള ലോഹമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യജുർവേദത്തിന്റെ അനുബന്ധമായ ശതപഥ ബ്രാഹ്മണത്തിൽ അഗ്നിയുടെ വിത്താണ് സ്വർണമെന്ന് പറഞ്ഞിരിക്കുന്നു. അഗ്നിയും സൂര്യനും തമ്മിലുള്ള രാസകേളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് സ്വർണമെന്നാണ് ഭാരതീയ സങ്കല്പം. സാത്വികമായ ചൈതന്യം തരംഗങ്ങളാക്കി സദാസമയവും പ്രവഹിപ്പിക്കുന്ന ഈ ലോഹത്തെ പവിത്രമായ മനസ്സോടെയും ശരീരത്തോടെയും മാത്രമേ സ്പർശിക്കാവൂ എന്നാണ് ശാസ്ത്രം. പവിത്രമായ എന്തിനേയും തച്ചുടയ്ക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഭരണകൂടം ദുഷ്ടലാക്കോടെ ഈ പവിത്ര ലോഹത്തെ സമീപിച്ചതിന്റെ അനന്തരഫലമാണോ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ്. ശിവശങ്കരനും സ്വപ്നയും ജലീലും കോൺസുലേറ്റും അറബിയും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ ഈ കാലത്ത് അവരുടെ പാത പിന്തുടർന്ന് ഇതാ പുതിയൊരവതാരം എത്തിയിരിക്കുന്നു. കമറുദ്ദീൻ MLA. കുംഭകോണങ്ങളുടെ ക്രെഡിറ്റ് CPMന് മാത്രമായി വിട്ടുകൊടുക്കാൻ എന്തായാലും MLA തയ്യാറല്ല. തട്ടിപ്പും വെട്ടിപ്പും CPMന് മാത്രം സംവരണം ചെയ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ച് ഒരാൾ മുന്നോട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാസർഗോഡ് ഫാഷൻ ജ്വല്ലറി തട്ടിപ്പുമായാണ് കമറുദ്ദീൻ MLA കളം പിടിച്ചത്. ഫാഷൻ ജ്വല്ലറി തട്ടിപ്പ് കേസിൽ കമറുദ്ദീനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലീഗ് നേതൃത്വം എന്ന വാർത്ത ജനം TV പുറത്തുവിട്ടു. നിക്ഷേപകർക്ക് ജ്വല്ലറി ഉടമകളിൽ നിന്ന് പണം തിരികെ വാങ്ങി നൽകി പ്രശ്നം പരിഹരിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. അതിനിടെ MLAക്കെതിരെ 2 കേസുകൾ കൂടി പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. വാർത്തയിലേക്ക്. ജ്വല്ലറിയുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി കൈക്കൊണ്ടത്. സംഭവത്തിൽ വഞ്ചന നടന്നിട്ടില്ല. ബിസിനസ് തകരുന്നത് സ്വാഭാവികമാണ്. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി പ്രശ്നം പരിഹരിക്കുക എന്ന രീതിയാണ് ഇത്തരം സംഭവങ്ങളിൽ സ്വീകരിക്കാറ്. ഇതിലും സമാനമായ രീതിയാണ് കൈക്കൊള്ളേണ്ടതെന്നാണ് നേതൃയോഗ തീരുമാനം. മറ്റന്വേഷണങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു നടപടി ആണിത്. നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കണം. അതിനെന്താണ് വഴി എന്നുള്ളതാണ്. കുറേ ആസ്തിയുണ്ട്, അതുപോലെ തന്നെ കുറേ പണം കിട്ടാനുണ്ട്. കുറേ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പണം ബന്ധുമിത്രാദികളിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും ഒക്കെ ആയിട്ട് കുറേ സപ്പോർട്ടും സഹായവും ഒക്കെ കിട്ടും. അങ്ങനെ ഏറെക്കുറെ ഒരു നല്ല ശതമാനം പണവും തിരിച്ചു കൊടുക്കാൻ കഴിയും. കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായാണ്. മറ്റു വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു ഈ നീക്കമെന്നും ലീഗ് ആരോപിച്ചു. എന്നാൽ കേസിലെ മറ്റൊരു പ്രതിയായ ലീഗ് കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ പൂക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്തില്ല. അതേസമയം കമറുദ്ദീനെതിരെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ചെന്തേര, കാസർഗോഡ് സ്റ്റേഷനുകളിലാണ് പുതിയ കേസ്. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 115ആയി. കമറുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയത് ആസൂത്രിത ക്രിമിനൽ വഞ്ചനയാണെന്നും നിയമവിരുദ്ധമായാണ് പണം ശേഖരിച്ചതെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ഭയന്നാണ് ലീഗ് നേതൃത്വം കമറുദ്ദീനെതിരെ നടപടി സ്വീകരിക്കാത്തതെന്ന വിവരം വാർത്തയാക്കി ജനം TV. കമറുദ്ദീനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ ഇബ്രാഹിം കുഞ്ഞ്, KM ഷാജി വിഷയം ഉയർന്നു വരാനുള്ള സാധ്യത മുൻകൂർ കണ്ടാണ് ലീഗ് അനുരഞ്ജനത്തിന്റെ വഴി തേടിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 1 മാസം മാത്രം ബാക്കി. 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമെത്തും. ഈ സാഹചര്യത്തിൽ ചെറിയ ആരോപണങ്ങൾ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കാവുന്ന സമയം. ഇതിനിടയിലാണ് മുസ്ലിം ലീഗ് MLA സാമ്പത്തിക തട്ടിപ്പിന് അറസ്റ്റിലായത്. ഏതു പാർട്ടിയും ആരോപണ വിധേയനെ തള്ളിപ്പറഞ്ഞ് പാർട്ടിയെ വിശുദ്ധമായി പ്രഖ്യാപിക്കേണ്ട സമയം. എന്നാൽ ലീഗ് ഇതിന് തയ്യാറായില്ല. മറിച്ച് തട്ടിപ്പ് നടത്തിയ MLAയെ സംരക്ഷിക്കാനാണ് നേതൃത്വം തീരുമാനിച്ചത്. പ്രവർത്തകരോടും ജനപ്രതിനിധികളോടുമുള്ള ആദരവ് കൊണ്ടല്ല, മറിച്ച് കമറുദ്ദീനെതിരെ നടപടിയെടുത്താൽ പിന്നീട് രാഷ്ട്രീയ കേരളം കാണേണ്ടി വരിക ലീഗിലെ തമ്മിൽ തല്ലാവും. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഇബ്രാഹിം കുഞ്ഞും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ KM ഷാജിയും സമാന നടപടി നേരിടേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ വലിയ ചേരിപ്പോരാവും ലീഗിനുള്ളിലുണ്ടാവുക. ഇത് തടയുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് പാർട്ടിയിൽ വലിയ സ്വാധീനമില്ലാതിരുന്നിട്ടും കമറുദ്ദീനെ സംരക്ഷിക്കാൻ
പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ കാസർകോട്ടെ ലീഗ് പ്രവർത്തകരാണ് തട്ടിപ്പിനിരയായവരിൽ ഏറെയും. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം അടിത്തട്ടിലെ പ്രവർത്തകർ സ്വീകരിക്കണമെന്നില്ല. MC കമറുദ്ദീൻ MLA തന്നെയാണ് കാസർഗോഡ് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത് ജനം TV വാർത്തയാക്കി. കമ്പനിയുടെ പേരിൽ നടന്ന വ്യാപക ക്രമക്കേടുകൾ അന്വേഷിച്ചു പോയ ഞങ്ങളുടെ റിപ്പോർട്ടർ രേഷ്മ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. രേഷ്മയുടെ റിപ്പോർട്ടിലേക്ക്. കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന് പിന്നിലെ മുഖ്യ ആസൂത്രകൻ മഞ്ചേശ്വരം MLA MC കമറുദ്ദീനാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ മുൻനിർത്തി സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കമറുദ്ദീന്റെ ഹർജിയിലാണ് സർക്കാർ നിലപാട് ആവർത്തിച്ചത്. ജ്വല്ലറിയുടെ പേരിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ RBIയുടെ അനുമതിയില്ലെന്നിരിക്കെ കമ്പനി നിയമങ്ങളുടെ വ്യാപക ലംഘനമുണ്ടായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കമ്പനിയുടെ ആസ്തികളിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. വഞ്ചനാക്കുറ്റം നിലനിൽക്കുമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. നിക്ഷേപങ്ങൾ വകമാറ്റി MLAയും മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങളും ബാംഗ്ലൂരിൽ സ്വന്തം പേരിൽ വസ്തുവകകൾ വാങ്ങിക്കൂട്ടി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ഡയറക്ടർമാർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. എന്നാൽ താൻ രേഖകളിൽ മാത്രമാണ് ചെയർമാനെന്നും തനിക്കെതിരെ മാത്രം അന്വേഷണം നീളുന്നത് രാഷ്ട്രീയ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണെന്നും കമറുദ്ദീൻ വാദിച്ചു. കമറുദ്ദീന്റെ കഥ അങ്ങനെ. ശിവശങ്കര മഹാത്മ്യം അതിന്റെ അനുസ്യൂതമായ യാത്ര അനർഗളം തുടരുകയാണ്. സ്വപ്നയും ശിവശങ്കരനും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനും KT ജലീലും മുഖം കാണിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന സംഭവങ്ങളിലേക്കാണ് ഇനി. മന്ത്രി KT ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വിവരം ജനം TV വാർത്തയാക്കി. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഓഫീസിൽ ജലീലിനെ 6.5 മണിക്കൂർ ചോദ്യം ചെയ്തത് ഞങ്ങളുടെ റിപ്പോർട്ടർ ജിജീഷ് കരുണാകരനാണ് റിപ്പോർട്ട് ചെയ്തത്. നികുതി ഇളവിലൂടെ കൊണ്ടുവന്ന ഖുറാൻ വിതരണത്തിന് നേതൃത്വം നൽകിയ മന്ത്രി KT ജലീൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടവും ലംഘിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിന് പുറമെ ചട്ടം ലംഘിച്ചുള്ള മതഗ്രന്ഥ വിതരണം, ഈന്തപ്പഴ വിതരണം എന്നിവയിലും കസ്റ്റംസിന്റെ ചോദ്യങ്ങളുണ്ടായി. കേസിൽ മന്ത്രിയുടെ ഗൺമാനെ കസ്റ്റംസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രി KT ജലീലിനെ ഇപ്പോൾ കസ്റ്റംസും 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തത്. ഈ മൊഴികൾ കസ്റ്റംസ് വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ ഒരിക്കൽ കൂടി മന്ത്രി KT ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നയതന്ത്ര ചാനലിലൂടെ എത്തിച്ച പാർസലുകൾ മന്ത്രി KT ജലീലിന് കീഴിലുള്ള CRTയിൽ എത്തിക്കുകയും അവിടെ നിന്ന് മലപ്പുറത്തെ 2 സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. പാർസലുകൾ കൊണ്ടുപോയ വാഹനത്തിലെ GPS സംവിധാനം ബാറ്ററി അഴിച്ചുമാറ്റി മനഃപൂർവ്വം തകരാറിലാക്കിയതായും കണ്ടെത്തി. മാത്രമല്ല പാർസലുകളിൽ 14 കിലോയുടെ വ്യത്യാസവും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിനിടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായുടൻ മന്ത്രി സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റും വിവാദമായി. എന്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കി മുറുക്കുന്നവർ കുഴയുകയോ കയർ പൊട്ടിക്കുകയോ ചെയ്യുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ലെന്നും ഇത് അഹങ്കാരമോ വെല്ലുവിളിയോ അല്ലെന്നുമാണ് വെല്ലുവിളി സ്വരത്തിൽ തന്നെ മന്ത്രി അന്വേഷണ ഏജൻസികളോട് പറയുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ഉടൻ കസ്റ്റംസ് ഓഫീസിൽ വെച്ച് തന്നെയാണ് മന്ത്രി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തുടർന്ന് ഇത് വലിയ വിവാദമാവുകയും ഇതിനുശേഷം മന്ത്രി ഈ പോസ്റ്റ് പിൻവലിക്കുകയുമായിരുന്നു. മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി മൊഴിയെടുക്കാൻ കസ്റ്റംസ് വിളിച്ചതുകൊണ്ടാണ് ഔദ്യോഗികമായി തന്നെ കസ്റ്റംസ് ഓഫീസിൽ എത്തിയതെന്നും NIAയും EDയും ഇത്തരത്തിലല്ല തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് മറ്റു സമയങ്ങളിൽ അവിടെ എത്തിയതെന്നുമാണ് ഈ പോസ്റ്റിൽ മന്ത്രി പറയുന്നത്. ശിവശങ്കറിന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കും സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന സ്വപ്നയുടെ മൊഴിയോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന വിവരം ജനം TV പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചു. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയം വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഭയപ്പെട്ടു തുടങ്ങിയത് പ്രേക്ഷകർ അറിഞ്ഞത് ഈ വാർത്തയിലൂടെയാണ്. 2 ദിവസങ്ങളിലായി നടത്തിയ 22 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ശിവശങ്കറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് മുന്നോട്ടു പോകാനുള്ള കസ്റ്റംസ് നീക്കം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് വ്യക്തമായ നിയമോപദേശം ലഭിച്ചിട്ട് മതിയെന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ തീരുമാനം. ഉന്നത സ്വാധീനമുള്ള രാഷ്ട്രീയ ഭരണരംഗങ്ങളിലുള്ളവരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇനിയുള്ള ദിവസങ്ങളിൽ കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് വിഭാഗം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. മൊഴികളിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള ശിവശങ്കറിന്റെ വ്യഗ്രത അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശിവശങ്കറിനെതിരായ തുടർ നടപടികളിലും അന്വേഷണ സംഘം കരുതലോടെ നീങ്ങുന്നത്. സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും ശിവശങ്കറിനെയും ഒരേ സമയം ചോദ്യം ചെയ്തതിലൂടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കസ്റ്റംസിന് വ്യക്തമായിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന വെറും കളിപ്പാവയായിരുന്നുവെന്നും ചരടുകൾ നിയന്ത്രിച്ചിരുന്നത് ശിവശങ്കർ ആയിരുന്നു എന്നും ഉള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ EDക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന നിർണായകമായ വാർത്ത ജനം TV പുറത്തുവിട്ടു.
ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇ.ഡി. കോടതിയെ അറിയിച്ചത് തത്സമയം ജനം TV പ്രേക്ഷകരെ അറിയിച്ചു. വാർത്തയിലേക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയന്ത്രണ നിയമപ്രകാരം ശിവശങ്കറിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറയാൻ 17-ാം തീയതിയിലേക്ക് മാറ്റിയത്. കൂടാതെ 26 വരെ റിമാൻഡ് ചെയ്ത ശിവശങ്കറിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയച്ചു. സ്വർണ്ണക്കടത്ത് 2019 നവംബർ മുതൽ ആരംഭിച്ചുവെന്നാണ് കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ശിവശങ്കർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന മുഖം സ്വപ്നയല്ലെന്നും ശിവശങ്കർ തന്നെയാണെന്നും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടിലെ ശിവശങ്കറിന്റെ കോഡ് തന്നെയാണെന്നും ഇ.ഡി. പറഞ്ഞു. സ്വപ്നയ്ക്ക് പുറമെ വിശ്വസ്തനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ ലോക്കറിന്റെ പങ്കാളിയാക്കി ലോക്കർ നിയന്ത്രിച്ചിരുന്നത് ശിവശങ്കറാണെന്നും ഇ.ഡി. വ്യക്തമാക്കി. ഇതിന്റെ വാട്സപ്പ് ചാറ്റുകളും സ്വപ്നയുടെ മൊഴിയുടെ വിശദാംശങ്ങളും സീൽ വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശിവശങ്കറിനെതിരെ മാസങ്ങളായി വിവിധ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിനു ശേഷം ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെളിവെന്നും ഇ.ഡി. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ശിവശങ്കറിന് വേണ്ടി അഡ്വക്കേറ്റ് പി. രാമൻപിള്ളയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജുവും കോടതിയിൽ ഹാജരായി. ശിവശങ്കറിനെതിരെ കസ്റ്റംസ് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. സർക്കാർ പദ്ധതികളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നതിനനുസരിച്ച് ക്രമക്കേടുകളെക്കുറിച്ചുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ഡോളർ കടത്തിൽ എം ശിവശങ്കറിനുള്ള പങ്കാളിത്തം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളും മൊഴികളും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലും ശിവശങ്കർ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശിവശങ്കർ സംശയ നേടലിൽ തന്നെയാണെന്ന് കസ്റ്റംസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള അനുമതി ലഭിച്ചത്. ഈ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായ ശേഷമാകും ശിവശങ്കറിനെ കസ്റ്റംസ് പ്രതിയേർക്കുക. ഇതിനൊപ്പം സർക്കാർ പദ്ധതികളിലെ നിരവധി ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഇ.ഡിയും ശേഖരിച്ചിട്ടുണ്ട്. ലൈഫ് മിഷനൊപ്പം സ്മാർട്ട് സിറ്റി കെ-ഫോൺ പദ്ധതികളിലേക്ക് കൂടി അന്വേഷണം നീണ്ടിരിക്കുകയാണ്. അധികാര കേന്ദ്രത്തിൽ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഇത്തരം ഇടപാടുകൾക്കായി പ്രവർത്തിച്ചതായും ഇ.ഡി കണ്ടെത്തിയിരുന്നു. ലൈഫ് മിഷൻ ക്രമക്കേടിൽ വിജിലൻസും എം ശിവശങ്കറിനെ പ്രതിയേർത്തേക്കും. അമിതാഭ് ബച്ചനും ആമിർ ഖാനും ഒന്നിച്ച് അഭിനയിച്ച തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ചിത്രം 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആസൂത്രിത കൊള്ളസംഘമായ തഗ്ഗുകളുടെ ജീവിത പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സാങ്കല്പിക കഥയാണ്. ലോകത്തെ ഏറ്റവും ഭീകര തസ്കര സംഘമാണ് തഗ്ഗുകൾ. ഈ വിളിപ്പേരിൽ നിന്നാണ് തഗ് ലൈഫ് എന്ന പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. തഗ്ഗുകളുടെ തസ്കര വിദ്യ പ്രത്യേക രീതിയിലാണ്. ആദ്യമേ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊള്ള ചെയ്യുക എന്നതല്ല അവരുടെ രീതി. സ്നേഹവും വിശ്വാസവും കരുണയുമാണ് അവരുടെ ആയുധം. രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും കാർഷികോൽപ്പന്നങ്ങളുമായി വിശാലമായ മരുപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യാപാരികൾക്കൊപ്പം വഴികാട്ടികളായും സഹായികളായും അവർ ചേരുന്നു. സൗഹൃദ സംഭാഷണങ്ങൾ, മികച്ച വാഗ്ദാനങ്ങൾ, സംഗീത സദസ്സുകൾ തുടങ്ങിയവയിലൂടെ അവരെ ആകർഷിക്കുന്നു. ഇതേസമയം അകലെയുള്ള തഗ്ഗുകളുടെ വീടുകളിലെ സ്ത്രീകൾ തങ്ങൾക്കായി രത്നത്തിലും സ്വർണത്തിലും തീർത്ത ആഭരണങ്ങളുമായി എത്തുന്ന ഭർത്താവിനെയും കാത്ത് പ്രാർത്ഥനകളോടെ വാതിൽക്കൽ വഴിക്കണ്ണുമായി നിലയുറപ്പിച്ചിട്ടുണ്ടാവും. നേർവഴിയിൽ സഞ്ചരിക്കുന്ന വ്യാപാരികളെ വഴിതെറ്റിക്കുക എന്നതാണ് തഗ്ഗുകളുടെ തസ്കരവിദ്യയുടെ ആദ്യപടി. കാലം അനുകൂലമാകുമ്പോൾ സഹായികളുടെ സ്വഭാവം മാറുന്നു. സഹായികൾ കൊള്ളക്കാരായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യത്തിനു മുമ്പിൽ വ്യാപാരികൾ തകർന്നുപോകും. ദിക്കറിയാതെ ഇരുട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് തങ്ങൾ കബളിക്കപ്പെട്ടുവെന്നും തങ്ങളുടെ സമ്പത്ത് മുഴുവൻ അപഹരിക്കപ്പെട്ടുവെന്നും വ്യാപാരികൾ മനസ്സിലാക്കുക. വളരെ വിചിത്രമായ ആചാരരീതികൾ പുലർത്തുന്ന ജനവിഭാഗമായിരുന്നു തഗ്ഗുകൾ. അഭിനയ ചാതുരിയും ഭാഷാപ്രാവീണ്യവും വാക്ചാതുരിയും സംഗീതബോധവുമായിരുന്നു ഓരോ തഗ്ഗുകളുടെയും മൂലധനം. 7 മുസ്ലിം സഞ്ചാര ഗോത്രങ്ങളിൽ നിന്നായിരുന്നു ഈ തസ്കര സംഘത്തിന്റെ ആവിർഭാവം എന്നാണ് 18-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ സിയാവുദ്ദീൻ ബലാനി എഴുതിയ താരിഖ്-ഇ ഫിറോസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ സമ്പന്ന ജീവിതം നയിച്ചിരുന്ന തഗ്ഗുകൾ കുലത്തൊഴിലായതുകൊണ്ട് മാത്രമാകണം മോഷണത്തിലേക്ക് തിരിഞ്ഞത് എന്ന് വേണം അനുമാനിക്കാൻ. കൊള്ളയും കൊലയും ആചാരമായിരുന്നു തഗ്ഗുകൾക്ക്. പിതാവിൽ നിന്ന് മക്കളിലേക്ക് കുലത്തൊഴിലായി കൈമാറുന്നതായിരുന്നു ഇവരുടെ തസ്കരവിദ്യ. ചമ്പൽ കൊള്ളക്കാരിൽ തുടങ്ങി തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലേക്ക് വരെ വളർന്നെത്തിയ ഈ സംസ്കാരത്തിന് പിന്നിലൊക്കെ അദൃശ്യമായ ഒരു തഗ് ലൈഫ് പ്രവർത്തിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾ തഗ്ഗുകളുടെ ഒരു ചങ്ങല കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. കമറുദ്ദീനും ശിവശങ്കറും സ്വപ്നയും ജലീലും ബിനീഷും ഇനി ഈ പട്ടികയിലേക്ക് കയറാൻ വരി നിൽക്കുന്നവരും ഈ ചങ്ങലയുടെ കണ്ണികളാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാലം അനുകൂലമാകാൻ കാത്തിരുന്ന തഗ്ഗുകളായിരുന്നു ഇവരെല്ലാം എന്ന് തന്നെയാണ്
പുറത്തുവരുന്ന ഓരോ വാർത്തയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുഖം നിറയെ ചിരിയും മോഹന വാഗ്ദാനങ്ങളുമൊക്കെയായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവരിൽ ആരൊക്കെയാണ് തഗ്ഗുകൾ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് ഓരോ മലയാളിയും. പക്ഷേ ഈ വിഷമഘട്ടത്തിലും ഒന്നോർക്കുക, ഇരുട്ടിൽ വഴിതെറ്റിപ്പോയവർ മാത്രമാണ് നമ്മൾ. ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ CPM പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി സഖാവിന് മാറി നിൽക്കേണ്ടി വന്നു. ആരോഗ്യ പ്രശ്നമാണ് കാരണമായി പറയുന്നത്. അത് സത്യം തന്നെയാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരോഗ്യം തകർക്കുന്ന രീതിയിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളെ പ്രതിരോധിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ലാതെ പോയി. അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ട പാർട്ടിയിൽ സെക്രട്ടറിയായി തുടരേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. രണ്ടായാലും പാർട്ടിയിൽ നിന്ന് സാമൂഹ്യ അകലം പാലിക്കേണ്ടത് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും ആരോഗ്യത്തിന് ആവശ്യമായി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യസന്നദ്ധതയുമായി കോടിയേരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് മുതൽ രാജ്യപ്രഖ്യാപനം വരെയുള്ള വാർത്തകൾ തത്സമയം ജനം TV പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. വിജയരാഘവനെ ചുമതലയേൽപ്പിച്ച് പടിയിറങ്ങുന്ന കോടിയേരിയുടെ വാർത്തകൾക്ക് അങ്ങനെ പ്രേക്ഷകർ സാക്ഷികളായി. അസുഖബാധിതനായ തനിക്ക് തുടർ ചികിത്സയ്ക്കായി പോകാൻ അവധി വേണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ ആവശ്യം ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിക്കുകയായിരുന്നു. ഇത് CPM തന്നെ വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്ര നാളത്തേക്കാണ് താൽക്കാലിക സംവിധാനമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അവധി ആവശ്യപ്പെടുന്ന സാഹചര്യം പതിവുള്ളതല്ല. പാർട്ടി യോഗത്തിൽ കോടിയേരി അവധി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 1 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്നും അവധിയെടുത്ത് ചികിത്സയ്ക്കായി കോടിയേരി വിദേശത്ത് പോയിരുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റിനായിരുന്നു അന്ന് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതല. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള മാറ്റം ആവശ്യപ്പെട്ടപ്പോൾ പിന്തിരിപ്പിക്കാൻ മറ്റു സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തയ്യാറായതുമില്ല. അതേസമയം കഴിഞ്ഞയാഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണന് അനുകൂലമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. മക്കൾ ചെയ്യുന്ന തെറ്റിന് പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ലെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കോടിയേരിക്ക് പിന്തുണ നൽകി പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എന്നാലിപ്പോൾ രാജി സംബന്ധിച്ച് കോടിയേരി തന്നെ വ്യക്തിപരമായ തീരുമാനത്തിൽ എത്തുകയായിരുന്നുവെന്നാണ് വിവരം. നടക്കാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും കോടിയേരിയുടെ മാറ്റവും വിജയരാഘവന് താൽക്കാലിക ചുമതല നൽകിയതും റിപ്പോർട്ട് ചെയ്യും. ഉപരി കമ്മിറ്റികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടി അംഗീകരിക്കുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോടിയേരിയുടെ മാറ്റം CPMനുള്ളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും രൂപപ്പെടുത്തിയേക്കും. കോടിയേരിയുടെ രാജി CPMൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. CPMനുള്ളിൽ പുതിയ ചേരിതിരിവുകൾക്ക് വഴിവെക്കുന്ന ഈ രാജി പ്രഖ്യാപനം ഫലത്തിൽ പിണറായി വിജയന്റെ തകർച്ചയുടെ തുടക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കോടിയേരിയുടെ രാജി CPMൽ ഉണ്ടാക്കാവുന്ന പൊട്ടിത്തെറികളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് ന്യൂസ് എഡിറ്റർ അനിൽ നമ്പ്യാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട ബിനീഷ് കോടിയേരിയെ തള്ളിപ്പറയുകയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും വിശ്വസ്തനുമായ CM രവീന്ദ്രനെ പൂർണ്ണമായും സംരക്ഷിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിലേക്ക് കോടിയേരി ബാലകൃഷ്ണനെ എത്തിച്ചത്. ബിനീഷിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് ആവർത്തിച്ച് സ്വയം പ്രതിരോധം സൃഷ്ടിച്ച കോടിയേരിയെ മുഖ്യമന്ത്രിയുടെ പരാമർശം ഏറെ വേദനിപ്പിച്ചു. ഇതിലുള്ള അമർഷവും പ്രതിഷേധവും കോടിയേരി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി തുടർന്നും സഹകരിച്ചു പോകാനാവില്ലെന്ന് തന്നെയാണ് കോടിയേരി പറഞ്ഞത്. പാർട്ടിക്കകത്തു നിന്നും കോടിയേരിയുടെ രക്തം ദാഹിച്ചുള്ള വിമർശനങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് ആനത്തലവട്ടം ആനന്ദൻ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ രൂക്ഷമായി പ്രതികരിച്ചതും കോടിയേരിയെ വേദനിപ്പിച്ചു. പാർട്ടിയിൽ ഒറ്റപ്പെടുന്നെന്ന വികാരം കോടിയേരിയിൽ ഉടലെടുത്തെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അസുഖത്തിന്റെ അസ്കിതയോടൊപ്പം അടുപ്പമുള്ളവരിൽ ചിലരുടെ അനാരോഗ്യകരമായ ഇടപെടൽ കൂടിയായപ്പോഴാണ് പാർട്ടിയിലെ കണ്ണൂർ ലോബിയെ ചെങ്കോലേൽപ്പിക്കാതെ വിജയരാഘവനിൽ ചുമതല കൈമാറി പടിയിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചത്. പ്രതിസന്ധിയിലായപ്പോൾ സ്വയം പടിയിറങ്ങിയ കോടിയേരി നൽകുന്ന സന്ദേശം പിണറായിയെ ലാക്കാക്കിയുള്ളതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ ബലപ്പെടുമ്പോൾ പിണറായി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് കരുത്തേകുന്നതാണ് കോടിയേരിയുടെ സ്ഥാനത്യാഗം. കോടിയേരി സ്വീകരിച്ച മര്യാദ പിണറായിയും പിന്തുടരണമെന്ന് പ്രതിപക്ഷത്തെക്കൊണ്ട് പറയിക്കാനും കോടിയേരിക്ക് ഇതുവഴി സാധിച്ചു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നല്ല പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാറി നിൽക്കണമെന്ന് അണികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതിലേക്കും കോടിയേരിയുടെ പടിയിറക്കം വഴിതെളിക്കും. എന്തായാലും മുഖ്യമന്ത്രിയുമായി കോടിയേരി ഇടഞ്ഞ സാഹചര്യത്തിൽ സംഘടനാ സംവിധാനത്തിൽ വിള്ളലുണ്ടാകുമെന്നുറപ്പാണ്. CPM ഇന്നേവരെ നേരിടാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം പാർട്ടിയിൽ
കോടിയേരി പക്ഷത്തെ കേന്ദ്രീകരിച്ച് വിഭാഗീയത വീണ്ടും തുറക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ ആദ്യ വിക്കറ്റ് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് മോഹങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് കോടിയേരി സഖാവ് പടിയിറങ്ങുകയാണ്. ആദ്യ വിക്കറ്റ് വീണ സ്ഥിതിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരുപാട് കളിക്കാർ പുറത്താകാൻ തയ്യാറായി നിൽപ്പുണ്ടെന്നാണ് വാർത്തകൾ നമ്മോട് പറയുന്നത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അന്നു മുതൽ പാർട്ടി സംവിധാനങ്ങളോടും സഹമന്ത്രിമാരോടും സാമൂഹ്യ അകലം പാലിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ ആകെ തുണയായിരുന്ന ഒറ്റ ചങ്ങായിയുടെ പടിയിറക്കമാണ് അദ്ദേഹത്തെ കൂടുതൽ അലട്ടുന്നത്. പ്രതിപക്ഷ കക്ഷികളോടെന്നതിനേക്കാൾ സ്വന്തം അണികളോട് വെറുപ്പും വാശിയും വെച്ച് പുലർത്തിയ ഒരു നേതാവ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. ധാർഷ്ട്യവും താൻപോരിമയും അഹങ്കാരവുമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ചൊരാൾക്ക് വിഷമഘട്ടങ്ങളിൽ ആരുടെയും തുണയില്ലാതാകുക എന്നത് കാലത്തിന്റെ കാവ്യനിധിയാണ്. തന്റെ നിലപാടുകൾ സ്വന്തം അണികളെ പോലും വിശ്വസിപ്പിക്കാനാകാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എത്ര വലിയ തോൽവിയാണെന്ന് സ്വയം തിരിച്ചറിയപ്പെടുകയാണ്. ഉപദേശകന്മാർ കൃത്രിമമായി സൃഷ്ടിച്ച മായാലോകത്തിൽ ഒന്നും അറിയാതെ ജീവിച്ചവർ ചവറ്റുകുട്ടയിലെ മാലിന്യമായി സ്വയം തിരിച്ചറിഞ്ഞതിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ രാജ്യവ്യാപകമായി നടന്ന റെയ്ഡുകൾ പൂർത്തിയായ വിവരം ജനം TV പുറത്തുവിട്ടു. റെയ്ഡിൽ 13.5 കോടി രൂപയുടെ നിരോധിത നോട്ടും പിടിച്ചെടുത്തു. ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാൻ കൂടുതൽ കുരുക്കുകളിലേക്ക് നീങ്ങുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ ഉമേഷാണ് പ്രേക്ഷകരെ അറിയിച്ചത്. ബിലീവേഴ്സ് ചർച്ച് വിദേശത്ത് ഇന്ത്യയിൽ സേവന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ പിരിക്കുന്ന പണം കച്ചവട താൽപ്പര്യത്തോടെ ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വിദേശികൾ പരാതി നൽകിയിരുന്നു. കൂടാതെ തങ്ങൾ നൽകിയ പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് കനേഡിയൻ കോടതിയെ ഇവർ സമീപിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബിലീവേഴ്സിനെതിരായ അന്വേഷണം ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ആരംഭിച്ചത്. ഈ നടപടി മുൻകൂട്ടി കണ്ടാണ് തങ്ങളെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട KP യോഹന്നാനും ഗോസ്പൽ ഫോർ ഏഷ്യയും കനേഡിയൻ കോടതിയിൽ ഹർജി നൽകിയത്. അതേസമയം രാജ്യത്തെ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വന്ന പരിശോധന പൂർത്തിയായി. 6000 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിദേശത്ത് നിന്ന് ബിലീവേഴ്സ് ചർച്ച് പിരിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വകമാറ്റി ചെലവഴിച്ചെന്നാണ് കണ്ടെത്തൽ. പരിശോധനയിൽ 13.5 കോടി രൂപയോളം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 9 കോടി രൂപ ബിലീവേഴ്സിന്റെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരന്റെ കാറിൽ നിന്നും 3.5 കോടി രൂപ സഭാ ആസ്ഥാനത്തു നിന്നും പിടിച്ചെടുത്തു. 95 ലക്ഷം രൂപ ഡൽഹിയിൽ നിന്നുമാണ് പിടിച്ചെടുത്തത്. പ്രാഥമിക പരിശോധനയിൽ 600 കോടി രൂപയുടെ അനധികൃത ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനയുടെ ആദ്യ ദിവസം സഭാ വക്താവും മെഡിക്കൽ കോളേജിന്റെ മാനേജറുമായ ഫാദർ സിജോ പന്തമ്പള്ളിയുടെ ഫോൺ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വാങ്ങിയിരുന്നു. ഇതിൽ നിന്നാണ് CPM നേതാവിന്റെ വിദേശ ചികിത്സയുടെ പണം ചിലവഴിച്ചതിന്റെ വിവരങ്ങൾ ലഭിച്ചത്. പരിശോധനയ്ക്കിടയിൽ ഫാദർ സിജോ ഫോൺ നിലത്തെറിഞ്ഞ് നശിപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു. അനധികൃത വിദേശ ഇടപാട് നടത്തിയതിനെ തുടർന്ന് ബിലീവേഴ്സിന്റെ FCRI രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ 2016 തന്നെ റദ്ദ് ചെയ്തിരുന്നു. പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ വിലക്കെടുത്ത് പണമിടപാടുകൾ നടത്താൻ ശ്രമം തുടർന്നു. അമേരിക്കൻ സർക്കാർ ഏകദേശം 300 കോടി രൂപയോളം ബിലീവേഴ്സിനെതിരെ പിഴയിട്ടതായും ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യം വിട്ട സഭയുടെ ധനകാര്യ വിഭാഗം മേധാവി ഫാദർ ഡാനിയലിനോടും 10 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭാ വക്താവ് സിജോ പന്തമ്പള്ളിയോടും നിരണം ഭദ്രാസനാധിപൻ മാത്യൂസ് മോർ സിൽവാനിയോസിനോടും ചോദ്യം ചെയ്യലിന് അടുത്ത ദിവസം തന്നെ കൊച്ചിയിൽ ഹാജരാവാനും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് കിട്ടുന്ന പണം സ്വന്തം ഫണ്ട് ശേഖരണത്തിന് വഴിമാറ്റി ചെലവഴിക്കുക തൊട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് KP യോഹന്നാനെതിരെ ഉയരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ നാട്ടുകവലകളിൽ സുവിശേഷം പ്രസംഗിച്ച് നടന്ന സാദാ പാസ്റ്ററിൽ നിന്ന് സ്വന്തം സഭ സ്ഥാപിച്ച് അതിൽ ബിഷപ്പായി സ്വയം അവരോധിക്കപ്പെട്ട അത്ഭുതത്തിന്റെ പേരാണ് KP യോഹന്നാൻ. ഹാരിസൺസ് മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് ചർച്ച് വാങ്ങിയെന്ന് പറയുന്ന 2263 ഏക്കർ ഭൂമി ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബിഷപ്പും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി പൊതുജന ശ്രദ്ധയിൽ വന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ അമേരിക്കയിലെ ചികിത്സാ ചെലവ് ബിലീവേഴ്സ് ചർച്ച് വഹിച്ചതിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നതിലൂടെ ഈ ദുരൂഹ ബന്ധത്തിന് സ്ഥിരീകരണവുമായി. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ, മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്നാണ് ബൈബിൾ വാക്യം. ഒരു ബിഷപ്പിനെ ഈ വാക്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ്. കിഫ്ബിയുടെ കരട് ഓഡിറ്റ് റിപ്പോർട്ടിനെതിരായ വിയോജിപ്പ് CAGയെ രേഖാമൂലം അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ച വിവരം പ്രേക്ഷകർ അറിഞ്ഞത് ഈ വാർത്തയിലൂടെയാണ്. കിഫ്ബിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന CAG റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തോമസ് ഐസക് പാർട്ടിയെ അറിയിച്ചിരുന്നു. റിപ്പോർട്ട് സഭയിൽ വയ്ക്കുമ്പോൾ പ്രതിപക്ഷം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്.
ഇത് മുൻകൂട്ടി കണ്ടാണ് CPM CAG-ക്കെതിരായ രാഷ്ട്രീയാക്രമണത്തിന് പച്ചക്കൊടി കാട്ടിയത്. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ നിയമോപദേശം കൂടി തേടിയ ശേഷമാണ് തോമസ് ഐസക് CAG-ക്കെതിരെ ആഞ്ഞടിച്ചത്. ഉടൻ തന്നെ വിയോജിപ്പ് വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി CAG-ക്ക് കത്തു നൽകുകയും ചെയ്യും. ധനവകുപ്പ് ഇതിനുവേണ്ട കുറിപ്പ് തയ്യാറാക്കി തുടങ്ങി. സർക്കാർ വായ്പയെ സംബന്ധിച്ച ഭരണഘടനാ അനുച്ഛേദം കോർപ്പറേറ്റ് സ്ഥാപനമായ കിഫ്ബിക്ക് ബാധകമല്ല എന്നതാകും കത്തിലെ പ്രധാന വാദം. വായ്പാ തിരിച്ചടവ് എങ്ങനെ നടത്തുമെന്നും വിശദീകരിക്കും. സർക്കാരിന് മറുപടിയുമായി CAG രംഗത്ത് വന്നാൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. വേണ്ടിവന്നാൽ മുഖ്യമന്ത്രിയും പരസ്യ വിമർശനത്തിന് തയ്യാറായേക്കും. സർക്കാർ പദ്ധതികളുടെ പരിശോധനയ്ക്ക് CAG ഉള്ളപ്പോൾ ED ഫയൽ ആവശ്യപ്പെടുന്നത് സമാന്തര ഭരണകൂടം ചമയിലാണെന്ന് കഴിഞ്ഞ ദിവസം സർക്കാരും CPM-ഉം ആരോപിച്ചിരുന്നു. ആ ഭരണഘടനാ സ്ഥാപനമായ CAG-ക്കെതിരെയാണ് ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വപ്ന പദ്ധതികളിൽ മാത്രം താൽപ്പര്യമുള്ള തോമസ് ഐസക് ആദ്യമായാണ് ഒരു പടപ്പുറപ്പാടിന് ഒരുങ്ങുന്നത്. സ്വപ്നജീവികൾ പടയിലും പന്തയത്തിലും തോറ്റ ചരിത്രമേ നാം ഇതുവരെ കേട്ടിട്ടുള്ളൂ. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണാൻ അദ്ദേഹത്തിന് ഇനിയെങ്കിലും സാധിക്കുമോ എന്ന് കണ്ടറിയണം. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി എന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് തന്നെ നാടകീയമായി അവതരിപ്പിക്കുമ്പോൾ ദൃക്സാക്ഷിയെപ്പോലെ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഈ മന്ത്രി സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ അല്ലെങ്കിൽ പിന്നെ ആരാണ്? കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും പോലെ തന്നെ കുറ്റകരമാണ്. അതറിഞ്ഞിട്ടും പ്രതികരിക്കാതിരിക്കുക എന്നത് ഈ മന്ത്രിയെ ആര് പറഞ്ഞു മനസ്സിലാക്കും? ഉപദേശകരുടെ പ്രാവീണ്യം കൊണ്ട് മുഖ്യമന്ത്രി തന്നെ വെള്ളം കുടിക്കുന്നത് ഈ മന്ത്രി കാണുന്നില്ലേ? മറ്റുള്ളവരുടെ അഴിമതി കണ്ടിട്ട് മിണ്ടാതെ പോവുകയും അത് പരസ്യമായി പറയുകയും ചെയ്യുന്ന മന്ത്രി അതേ ആനുകൂല്യം തനിക്കും നൽകണമെന്ന് വാദിക്കുന്നത് ഈ നാട്ടിൽ മാത്രമേ നടക്കൂ എന്ന് തോന്നുന്നു. ജനം സ്പെഷ്യൽ എഡിഷന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്തേ.